الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار يا ايها الذين امنوا اتقوا الله حق تقاته فلا تموتن الا وانتم مسلمون اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إذ قالت امرأة عمران رب إني نذرت لك ما في بطني محررا فتقبل مني إنك أنت السميع العليم മുസ്ലിം സഹോദരങ്ങളെ സഹോദരികളെ, സർവശക്തനായ അല്ലാഹുവിന്റെ വിധി വിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും എത്തിച്ചുകൊണ്ട് യഥാർത്ഥ വിശ്വാസികളും വിശ്വാസിനികളുമായി ജീവിക്കണമേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങളോട് ഉപദേശിക്കുകയാണ്. നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ച് ഈ സന്ദർഭത്തിൽ നേർച്ചകളും ഉറൂസുകളും ഒക്കെ നടന്നു വരുന്ന ഒരു സമയമാണ്. ആ നേർച്ചകളും ഉറൂസുകളും ഒക്കെ ഇസ്ലാമിലെ ഒരു ആരാധനാ കർമ്മമായി ചിത്രീകരിക്കപ്പെടുന്ന ഒരവസ്ഥയാണ്. ആ നേർച്ചകളിലൊക്കെ ഉണ്ടാകുന്ന ആഭാസങ്ങളും അക്രമങ്ങളും ഒക്കെ ഇസ്ലാമിൻ്റെതായിട്ട് ചിത്രീകരിക്കപ്പെടുകയാണ്. കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുമ്പ് മലപ്പുറം ജില്ലയിലെ പുതിയങ്ങാടിയിൽ ഒരു നേർച്ചക്കിടെ ഒരു ആന ഇടഞ്ഞു കുറെ ആളുകൾക്ക് പരിക്ക് പറ്റി. അതൊക്കെ നമ്മളിങ്ങനെ വായിക്കുകയാണ്. ഓരോ മതങ്ങളിലും അത്തരത്തിലുള്ള ആചാരങ്ങളുണ്ട്. ഓരോ മതവിശ്വാസികളും അത് ആചരിക്കുകയും വിശ്വസിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതൊന്നും നമുക്കൊരു കുഴപ്പമുള്ള സംഗതിയല്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ഇസ്ലാമിലെ നേർച്ച എന്ന് പറഞ്ഞാൽ എന്താ? ഇസ്ലാം നേർച്ചയെ എങ്ങനെയാണ് പരിചയപ്പെടുത്തിയിട്ടുള്ളത്? ഖുർആനിലൂടെയും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും നേർച്ചയെ നമുക്ക് എങ്ങനെ പരിചയപ്പെടുത്തി എന്ന് പല ആളുകൾക്കും അറിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വരുന്നതിന് മുൻപേ ജാഹിലിയ്യ കാലഘട്ടത്തിലൊക്കെ നേർച്ച എന്ന ഒരു സംഗതിയുണ്ട്. അത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, പ്രവാചകനെ, കുന്തു നദർതു ഫിൽ ജാഹിലിയ്യ, ജാഹിലിയ്യ കാലത്ത് ഞാൻ നേർച്ച നടന്നിട്ടുണ്ട്. എന്താണ് എന്റെ നേർച്ച? അന്ന അഅ്തകിഫ ലൈലതൻ ഫിൽ മസ്ജിദിൽ ഹറാം, മസ്ജിദുൽ ഹറാമില് ഒരു രാത്രിയിൽ ഇഅ്തികാഫ് ഇരിക്കുന്നു ഞാൻ നേർച്ച നടന്നു. അത് ജാഹിലിയ്യ കാലഘട്ടത്തിൽ നേർന്ന നേർച്ചയാണ്. അപ്പൊ ഞാൻ അതെന്താണ് ചെയ്യേണ്ടത്? അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാല ഫഔഫ് ബിനദ്രിക,
നിന്റെ ഈ നേർച്ച നീ പൂർത്തീകരിക്കണം. അപ്പോ നേർച്ച എന്ന് പറയുന്നത് ഇസ്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വരുന്നതിന് മുൻപ് ആ കാലഘട്ടത്തിൽ നേർച്ചയുണ്ട്. ഖുർആൻ നേർച്ചയെ പറ്റി പറയുന്നുണ്ട്. കുറെ കാലങ്ങൾക്ക് മുമ്പ് വന്ന നേർച്ചയെ കുറിച്ച് പറയുന്നുണ്ട്. മറിയം ബിയുടെ മാതാവ് നേർച്ച നേർന്നതിനെ കുറിച്ച് ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. ഇത് ഖാലത്ത് ഇംറഅത്തു ഇംറാൻ റബ്ബി ഇന്നി നദർതു ലക മാ ഫീ ബത്നി മുഹറം. ഗർഭിണിയായപ്പോൾ നേർച്ചയാണ്. എന്റെ കുട്ടി, എന്റെ വയറ്റിലുള്ള കുട്ടിയെ ഞാൻ നിനക്ക് വേണ്ടി നേർച്ചയാക്കിയിരിക്കുന്നു. ഇന്നെ കണ്ട സമയമുള്ള ഈ നേർച്ച ഖുർആൻ നമ്മെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇങ്ങനെ ചരിത്രത്തിൽ എടുത്ത് പരിശോധിച്ചാൽ, ഖുർആൻ എടുത്ത് പരിശോധിച്ചാൽ, പ്രവാചകന്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ നേർച്ച എന്ന ഒരു പുണ്യകർമ്മത്തെ ഇസ്ലാം പരിചയപ്പെടുത്തിയിട്ടുണ്ട്, ഇസ്ലാം അംഗീകരിച്ചിട്ടുണ്ട്. എന്നാൽ എന്താണ് ഈ നേർച്ച? അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മതത്തിൽ പുണ്യകരമായ ഒരു കാര്യം, നിർബന്ധമല്ലാത്ത പുണ്യകരമായ ഒരു കാര്യം ഒരാൾ തന്റെ മേൽ സ്വന്തം വാക്കാൽ നിർബന്ധമാക്കുക, അതിനെയാണ് നമ്മൾ നേർച്ച എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് പാവപ്പെട്ട അല്ലെങ്കിൽ യതീമായ കുട്ടികളെ സംരക്ഷിക്കുക എന്നത് പുണ്യകരമായ ഒരു കാര്യമാണ്. ഒരാൾ പറയുകയാണ്, ഞാൻ 100 അനാഥരായ കുട്ടികൾക്ക് ഭക്ഷണം നൽകും എന്നൊരാൾ നേർച്ചയാക്കിയാൽ ആ പുണ്യകരമായ കാര്യം അയാൾക്ക് നിർബന്ധമായി മാറി. ഇതാ നേർച്ച. ഒരാൾ പറയുകയാണ്, ഞാൻ കുറെ പാവപ്പെട്ട ആളുകൾക്ക് ഒരു മൃഗത്തെ ബലി അറുത്തിട്ട് അവർക്കൊക്കെ ഭക്ഷണത്തിന് വേണ്ടി ആ മാംസം കൊടുക്കും എന്നൊരാള് വാക്കാൽ പറഞ്ഞ് നേർച്ചയാക്കിയാൽ അത് അയാൾക്ക് നിർബന്ധമായി. ഇതുപോലെ ഫർദ് നമസ്കാരം പോലെ നിർബന്ധമായത്. അപ്പൊ പുണ്യകരമായ ഒരു കാര്യത്തിലെ നേർച്ച, ഫർദായ കാര്യത്തിൽ നേർച്ച ഉണ്ടോ? 5 നേരം നിസ്കരിക്കുക എന്ന് പറയുന്നത് ഫർദാണ്, അതിൽ നേർച്ചല്ല. കാരണം അതിന്റെ ബാധ്യതയാണ്. നേരെ മറിച്ച് ഒരാൾ പറയാ, ഞാൻ ഇനി എന്റെ ജീവിതത്തിൽ എല്ലാ സമയത്തും തഹജ്ജുദ് നമസ്കരിക്കുമെന്ന് നേർച്ചയാക്കി, രാത്രി നമസ്കാരം, അതപ്പോൾ നിർബന്ധമായി മാറി. അങ്ങനെ ഇങ്ങനെ പുണ്യകരമായ ഒരു കാര്യം ഞാൻ ചെയ്യാമെന്ന് അള്ളാഹുവുമായി പറയുന്ന ഒരു വാക്ക്, ഇതങ്ങനെ പറഞ്ഞാൽ നിർബന്ധമായി മാറി. ഇതിനാണ് നേർച്ച എന്ന് പറയുന്നത്. അങ്ങനെ പറയുമ്പോൾ അതൊരു ഇബാദത്തായി മാറുന്നു. അപ്പൊ പുണ്യകരമായ കാര്യത്തിൽ മാത്രമേ നേർച്ചുള്ളൂ, അല്ലാതെ വേറെ കുറെ നേർച്ച നല്ല കാര്യത്തിലേ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഒരു മനുഷ്യൻ, അയാൾ ഇങ്ങനെ വെയിലത്ത് ഇങ്ങനെ നിൽക്കുക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ആരാണ് ആ വെയിലത്ത് നിൽക്കുന്നത്? അപ്പൊ സഹാബികളൊക്കെ പറഞ്ഞു, റസൂലേ, അത് അബൂ ഇസ്രായേൽ എന്ന ആളാണ്. അപ്പൊ എന്താ അയാൾ ഇങ്ങനെ വെയിലത്ത് മിണ്ടാതെ ഇങ്ങനെ നിൽക്കുന്നത്? അപ്പൊ സഹാബികളൊക്കെ പറയാൻ തുടങ്ങി, റസൂലേ, അയാള് നേർച്ച നടന്നിട്ടുണ്ട്. എന്താ അയാൾ നേർച്ച? അയാൾ വെയിലത്ത് നിൽക്കുമെന്ന് നേർച്ചയാക്കിയിരിക്കുന്നു. അയാൾ ഇരിക്കുകയില്ല എന്ന് നേർച്ചയാക്കിയിരിക്കുന്നു. തണലത്തേക്ക് അയാൾ പോവുകയാണ്, വെയിലത്ത് നിൽക്കാതെ എങ്ങനെ, അതിനെ നേർച്ചയാക്കിയിരിക്കുന്നു. മാത്രമല്ല യതകല്ലം, സംസാരിക്കുകയില്ല. അതുമല്ല യസും, അയാൾ നോമ്പ് നോക്കിയിട്ടുണ്ട്. ഇതിനാണ് അയാൾ നേർച്ചയാക്കിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ അവനോട് കൽപ്പിക്കും, പോയി പറ. എന്താ പറയണ്ടേ? അയാൾ സംസാരിക്കട്ടെ. ഒരു മനുഷ്യൻ സംസാരിക്കൂല നേർച്ചയാക്കിയിട്ട് ആർക്കാ ഗുണമുള്ളത്? എന്തെങ്കിലും ഗുണമുണ്ടോ? ഒരു ഗുണവുമില്ല. തണലത്ത് നിൽക്കൂല എന്ന് നേർച്ചയാക്കിയിട്ട് എന്ത് ഗുണമാണ്? ഒരു ഗുണവുമില്ല. അയാൾ തണലത്തേക്ക് നിൽക്കാൻ പറയുന്നത്. അയാൾ ഇരിക്കാൻ പറ. എന്നാൽ അയാളുടെ നോമ്പ് അയാള് നോറ്റുവിട്ടട്ടെ.
അപ്പൊ ഇങ്ങനെ നല്ല കാര്യത്തിന് നേർച്ചക്കാൻ പാടുള്ളൂ. അല്ലാതെ വേറെന്തെങ്കിലും കാര്യങ്ങൾക്ക് നേർച്ചയാക്കി മനുഷ്യന് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം അത്തരത്തിലുള്ള നേർച്ചയെ ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. അപ്പൊ ചുരുക്കത്തിൽ നേർച്ച എന്ന് പറയുന്നത് പുണ്യകരമായ ഒരു കാര്യം ഞാൻ ചെയ്യുമെന്ന് പറയുമ്പോൾ അത് നേർച്ചയായി മാറി. ഈ നേർച്ച നിർബന്ധമുള്ള ഒരു സംഗതിയൊന്നുമല്ല. ഇസ്ലാമിന്റെ ചരിത്രത്തിൽ ഹദീസുകളൊക്കെ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ നിങ്ങൾ എല്ലാവരും നേർച്ച നേരണം എന്ന് പറയുന്ന ഹദീസുകളൊന്നും എവിടെയും കാണാൻ സാധിക്കില്ല. നേർച്ച എന്ന് പറയുന്ന പുണ്യകരമായ ഒരു കാര്യമുണ്ട്. അത് ആവശ്യമുള്ള ആളുകൾക്ക് ചില ഘട്ടങ്ങളിൽ ഉപയോഗിക്കാം. അതാണ് നേർച്ച എന്ന് പറയുന്നത്. രണ്ട് തരം നേർച്ചകളെ നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന് ഉപാധിയില്ലാതെ നേർച്ച. ഒരു ഉപാധി ഉണ്ടാവില്ല. പടച്ചോനെ, ഞാനിതാ കുറെ പാവപ്പെട്ട ആളുകളുണ്ടല്ലോ, അവർക്ക് ഭക്ഷണം കൊടുക്കാൻ ഞാൻ നേർച്ചയാക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് നേർച്ച. പടച്ചോനെ, അവിടെ ഒരു പള്ളിയുണ്ട്, ആ പള്ളി നിർമ്മിക്കാൻ ഞാനിതാ നേർച്ചയാക്കുന്നു. അപ്പൊ അത് അയാളുടെ ബാധ്യതയായി, അയാൾക്കത് വിവാദത്തായി മാറി. നിർബന്ധമായും അയാളത് ചെയ്യണം. ഒരു ഉപാധിയുമില്ല. പടച്ചവന്റെ വെച്ചത് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ഉപാധിയില്ലാതെ നേർച്ച ചെയ്യാം. വേറെ നേർച്ച ഉണ്ട്, ഉപാധി വെച്ചിട്ട് നേർച്ച. പടച്ചവനെ, ദാ എന്റെ മകളുടെ കല്യാണമൊക്കെ നോക്കാണ്, ഒന്ന് വേഗം ശരിയായി കിട്ടണേ. ശരിയായി കിട്ടിയാല് ഞാൻ തൊട്ടടുത്ത എത്തിക്കാനുണ്ട്, അവിടെയുള്ള എല്ലാ മക്കൾക്കും ഞാൻ ഭക്ഷണം കൊടുക്കും. അല്ലെങ്കിൽ ഞാനൊരു വലിയ മൃഗത്തെ വലിയ എന്റെ അയൽവാസികൾക്ക് ഒക്കെ ഭക്ഷണം കൊടുക്കും. എന്റെ മോനതപ്പ എൻട്രൻസ് പരീക്ഷക്ക് പോവാണ്. ആ പരീക്ഷക്ക് പോകുമ്പോ ആ പരീക്ഷയിൽ ഓനെ വിജയിപ്പിക്കണേ. ഓൻ വിജയിച്ചാൽ ഞാനിതാ കുറെ പാവപ്പെട്ട ആളുകൾക്ക് സഹായം നൽകും. ഇങ്ങനെ ഉപാധി വെച്ചുകൊണ്ടുള്ള ഒരു നേർച്ച കറാഹത്താണ്, ഹറാമാണ് എന്ന് പണ്ഡിതന്മാർ പറയുന്നു. പടച്ചോനോട് ഉപാധി വെക്കാൻ പാടില്ല. അതല്ലാണ്ട പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് പള്ളിയിലൊക്കെ വന്ന് നേർച്ചൊക്കെ നേർന്ന് ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ, എനിക്കത് കിട്ടിയാൽ ഞാൻ എന്നത്, അങ്ങനെ ഒരു ഉപാധിയുള്ള നേർച്ചയെ കുറിച്ച് ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തൻദിറു, അങ്ങനെ നിങ്ങൾ നേർച്ച നേടാൻ പാടില്ല. ഫഇന്ന നദറ, തീർച്ചയായും നേർച്ച എന്ന് പറയുന്നത് ലാ യറുദ്ദു ശൈഅൻ മിനൽ ഖദർ, നിങ്ങൾക്ക് അല്ലാഹ് വിധിച്ചിട്ടുള്ള വിധി ഉണ്ടല്ലോ, അതിൽ നിന്ന് ഒന്നും തന്നെ മുന്നോട്ടോ പിന്നോട്ടോ ആക്കൂല. പിന്നെ എന്തുണ്ടാവും? വൈനമാ യുസ്തഖ്റജു മിനൽ ബഖീൽ, പിശുക്കന്മാരെ കയ്യിൽ നിന്ന് കുറെ പൈസ കിട്ടും. ഒരു പള്ളി ഉണ്ടാക്കാൻ പൈസ ചോദിച്ചാൽ അന്നേരം പറയും, ഞാൻ വീടിന്റെ പള്ളിയിൽ തിരക്കിലാണ്, ഞാൻ ബിസിനസ്സിൽ ഏകദേശം പ്രശ്നമുണ്ട്, ഒരു പള്ളി ഒന്ന് പുനർനിർമ്മിക്കണം, അല്ലെ പള്ളിയിൽ ഭയങ്കര ചൂടാണ്, ആളുകളെ കൂടിയിട്ടുണ്ട്, എ സി വെക്കാൻ കുറച്ച് പൈസ വേണം, അല്ലെങ്കിൽ പള്ളി ഒന്ന് വിപുലീകരിക്കണം, ആണ് മുദ്രപ്പലൊക്കെ സൗകര്യമില്ല എന്നൊക്കെ പറഞ്ഞൊരു പിരിവിന് പോയാൽ ഓൻ പറയും, ഞാനിപ്പോ എന്റെ വീടിന്റെ പണിയിൽ തിരക്കിലാണ്, അല്ലെങ്കിൽ എന്റെ ബിസിനസ് ലേശം ഡള്ളായി പോയിട്ടുണ്ട്, ഒരുപാട് തിരക്കിലൊക്കെയാണ് എന്നൊക്കെ പറയും. പക്ഷേ ചില വിഷയം എത്തുമ്പോ, ചില പ്രതിസന്ധി എത്തുമ്പോൾ അള്ളയായിട്ട് എന്ത് ചെയ്യും? ഒരു ഉപാധി വെക്കും. പഠിച്ചവന് ഞാനൊരു പ്രതിസന്ധിപ്പെട്ടിട്ടുണ്ട് കേട്ടോ, അല്ലെങ്കിൽ എന്റെ മകൻ ഇങ്ങനെ ഒരു പ്രശ്നം കേട്ടോ, അത് നീ ഒന്ന് ശരിയാക്കി തന്നാൽ ഞാൻ എന്നത് ചെയ്യാം എന്ന് പറഞ്ഞ് അള്ളയായിട്ട് ഒരു ഉപാധി വെക്കും. റസൂൽ പറയുന്നു, അങ്ങനെ ഉപാധി വെച്ചാല് നിങ്ങളെ ഖദറിൽ അള്ളൊരു മാറ്റം വരുത്തില്ല. ഏത് അള്ളൊരു കാര്യം തീരുമാനിച്ചു വെച്ചിട്ടുണ്ടാവും, അത് നിങ്ങൾ നേർച്ചോട്ട് മാറ്റമൊന്നുമില്ല. പക്ഷെ എന്തുണ്ടാകും? പിശുക്കനായ ഒരാളെ കയ്യിൽ നിന്ന് പണം പോകും എന്നല്ലാതെ അത്തരം നേർച്ച ഒരു കാര്യവുമില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. ഇന്നമൻ നദറ ലാ യുഖദ്ദിമു ശൈഅൻ വലാ യുഅഖിറു, നേർച്ച ഒരു കാര്യത്തെ മുന്നോട്ടാക്കുകയോ പിന്നോട്ടാക്കുകയില്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നേർച്ച എന്ന് പറയുന്നത് എല്ലാവരോടും നിങ്ങൾ നേർച്ച നേരൂ, നേർച്ച നിങ്ങൾക്ക് ബാധ്യതയാണ്, നേർച്ച നിങ്ങൾക്ക് നിർബന്ധമാണ് എന്ന് പറയുന്ന ഹദീസ് ഒന്നും ഇവിടെ കാണാൻ സാധിക്കുന്നില്ല. നേരെ മറിച്ച് നമുക്ക് നേർച്ച നേരാം, ഒരു വലിയ അനുഗ്രഹം കിട്ടി, നമ്മൾ പ്രതീക്ഷിക്കാതെ അള്ളാഹുവിന്റെ വലിയൊരു നിയമത്ത് നമുക്ക് കിട്ടി. ആ നിയമത്ത് കിട്ടുമ്പോൾ നമുക്ക് പറയാം, പഠിച്ചനെ നിന്റെ നിയമത്താട്ടോ എനിക്ക് കിട്ടിയത്, നിന്റെ അനുഗ്രഹം എനിക്ക് കിട്ടി, അതുകൊണ്ട് ഇതാ ഞാൻ പാവപ്പെട്ട കുറെ ആൾക്ക് ഇതാ സഹായം കൊടുക്കുകയാണ്, ഞാൻ അല്ലെങ്കിൽ അവിടെ നിനക്ക് വേണ്ടി ഒരു ഭവനം പണി കഴിപ്പിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് നേർച്ചയാക്കാം. ഇമ്രാത്തെ ഇബ്രാഹിമിനെയാണ് നേർച്ചയാക്കിയത്. ഇതാ അനുഗ്രഹം കിട്ടി, എനിക്കൊരു കുഞ്ഞ് ജനിക്കാൻ പോകുന്നു, ആ കുഞ്ഞ് ജനിക്കുമ്പോൾ ഞാൻ ഇതാ നിനക്ക് വേണ്ടി നേർച്ചയാക്കും.
ഗർഭിണിയാകാനല്ല നേർച്ചയാക്കിയത്. അപ്പൊ ഒരു അനുഗ്രഹം കിട്ടുമ്പോൾ നമുക്ക് എങ്ങനെ പറയാം? ജാഹിലിയ്യ കാലഘട്ടത്തിൽ നേർച്ചയുണ്ടായിരുന്നു. അപ്പൊ ഈ നേർച്ച അല്ലാഹുവിന് വേണ്ടി മാത്രമേ നേർച്ച നേരാൻ പാടുള്ളൂ. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ നേർച്ച മറ്റൊരാൾക്കും പാടില്ല. അല്ലാഹ്ക്കേ നേർച്ച പാടുള്ളൂ. ജാഹിലിയ്യ കാലഘട്ടത്തിലെ നേർച്ചയെ കുറിച്ച് വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നു. വലജഅലു ലില്ലാഹി മിമ്മാ ദറഅ മിനൽ ഹർസി വൽ അൻആമി നസീബ. അവരുടെ കൃഷിയിൽ നിന്ന്, അവരുടെ കാലികളിൽ നിന്ന് അല്ലാഹുവിന് ഒരു വിഹിതം നിശ്ചയിച്ചു കൊടുക്കും. എന്നിട്ട് അവർ പറയും ഇത് അല്ലാഹ്ക്കുള്ള വിഹിതം. പിന്നെയോ ഇത് അല്ലാത്ത ഞങ്ങൾ പങ്കാളികളാക്കുന്ന ആളുകൾക്കുള്ള ഒരു വിഹിതമാണ്. അങ്ങനെ ഒരു നേർച്ച ജാഹിലിയ്യ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ആ നേർച്ചയെ ഇസ്ലാം അംഗീകരിക്കുന്നില്ല. ഇന്ന് നമ്മൾ കാണുന്ന നേർച്ചകൾ, എല്ലാ നേർച്ചകളും എടുത്ത് നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. ഇസ്ലാം പഠിപ്പിച്ച നേർച്ചയല്ല. നമ്മൾ കാണുന്ന റോസുകൾ, നമ്മൾ കാണുന്ന അപ്പവാടി നേർച്ചകൾ, എവിടെയാണ് ഇസ്ലാമിൽ അതിന് തെളിവുള്ളത്? അത്തരത്തിലുള്ള നേർച്ച ഇസ്ലാം എവിടെയാണ് പഠിപ്പിച്ചിട്ടുള്ളത്? ഒരു മനുഷ്യന് കാലിന് സൂക്കേടാണെങ്കിൽ കാലിന്റെ കോലത്തിലുള്ള അപ്പവുമായിട്ട് പോവുക. മനുഷ്യന് കണ്ണിന് സൂക്കേടാണെങ്കിൽ കണ്ണിന്റെ രൂപത്തിലുള്ള അപ്പവുമായി പോവുക. എന്നിട്ട് ഇതിന് ഇസ്ലാമിന്റെ പേര് ചേർത്തുക. എന്നിട്ട് ഇതിന് വിശുദ്ധ ഖുർആനിന്റെയും പ്രവാചകന്റെയും ചര്യയാണ് എന്ന് പറഞ്ഞു കൊടുക്കുക. ഇതിന് ഇസ്ലാമിന്റെ മാനം നൽകുക. എവിടെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്? മരിച്ചുപോയ മഹാന്മാരുടെ ഖബറുകൾ കെട്ടിപ്പൊക്കി എല്ലാ വർഷവും ഒരു പ്രത്യേക തീയതി നിശ്ചയിച്ച് അവിടെ നേർച്ച എന്ന പേരിൽ ആനയും ചെണ്ടയും അതുപോലെയുള്ള എല്ലാ ആഭാസങ്ങളും നടത്തി അതിന്റെ പേരിൽ നടക്കുന്ന എല്ലാറ്റിനെയും ഇസ്ലാമിന്റെ പേരിൽ ചാർത്തുന്നത്. എവിടെയാണ് അതിൽ തെളിവുള്ളത്? എവിടെയാണ് അങ്ങനെ ഒരു നേർച്ച നമുക്ക് കാണാൻ സാധിക്കുന്നത്? ഇല്ല എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. ഇല്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. ഏതെങ്കിലും ഒരു സഹാബിയുടെ ആണ്ട് നേർച്ച നടത്തിയതായി ചരിത്രത്തിൽ നമുക്ക് കാണുന്നില്ല. കാണാൻ കഴിയോ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു 2 വർഷം ഇസ്ലാമിന്റെ ഖലീഫയായി, ഒരു ഭരണാധികാരിയായി ആ നാട് ഭരിച്ചിരുന്നു. 2 വർഷവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണദിനം കഴിഞ്ഞു പോയിട്ട് ഒരു നേർച്ച നടത്തി നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് 10 വർഷത്തോളം ഇസ്ലാമിന്റെ ഖലീഫയായി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നാട് ഭരിച്ചപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ നേർച്ച നടത്തിയതായി കാണാൻ സാധിക്കുന്നില്ല. ഒരു സഹാബികളും അങ്ങനെ നടത്തിയിട്ടില്ല. ചരിത്രത്തിൽ എവിടെയും കാണാൻ സാധിക്കുന്നില്ല. എവിടെ നിന്നോ ആരുടെയോ ആചാരങ്ങൾ കടമെടുത്ത് ആനയും ചെണ്ടമേളവും മുത്തുകുടയും ഒക്കെയായി ചില ആഭാസങ്ങൾ ഇസ്ലാമിന്റെ പേരിൽ ഇങ്ങനെ കെട്ടി എഴുന്നേൽപ്പിക്കുമ്പോൾ ഇത് മതമല്ലെന്ന് പറയാൻ, ഇത് ഇസ്ലാം അല്ല എന്ന് പറയാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അള്ളാഹനുസരിച്ചുകൊണ്ടുള്ള നേർച്ചയെ പാടുള്ളൂ. ആരെങ്കിലും അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് നേർച്ചയാക്കിയാൽ അവൻ അത് അനുസരിക്കണം. അള്ളാഹെ ധിക്കരിച്ചുകൊണ്ട് ആരെങ്കിലും നേർച്ചയാക്കിയിട്ടുണ്ടെങ്കിൽ അത് നിരസിക്കുകയും വേണം, അംഗീകരിക്കാൻ പാടില്ല. അപ്പൊ നേർച്ച എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് പുണ്യകരമായ ഒരു കാര്യം. ആ പുണ്യകരമായ ഒരു കാര്യം നമ്മളിങ്ങനെ വാക്കാൽ പറയാം. വാക്കാൽ പറഞ്ഞിട്ട് നമ്മൾ നിർബന്ധാക്കിയാൽ നിർബന്ധായി. ഇനി അത് നമ്മൾ പറഞ്ഞിട്ട് നമുക്കത് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, മരിച്ചു പോയാൽ നമ്മളൊരു ബാധ്യതയായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് സഅദ് ഇബ്നു ഉബാദ അൻസാരി വന്നിട്ട് പറഞ്ഞു, ഇസ്തഫ്ത, ഒരു ഫത്വ നേടുകയാണ് നബിയോട്. ഫീ നദിരിൻ കാന അലാ ഉമ്മിഹി, തന്റെ ഉമ്മ ഒരു നേർച്ച നടന്നിട്ടുണ്ട് പ്രവാചകൻ. എന്നാൽ ആ നേർച്ച ഉമ്മാക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചില്ല.
അതിന് മുൻപ് ആ നേർച്ച വീട്ടുന്നതിന് മുമ്പ് മരിച്ചുപോയി. എന്ത് ചെയ്യണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്നാൽ ആ നേർച്ച നീ വിട്ടണം എന്ന് പറഞ്ഞാൽ അത്രയും പ്രാധാന്യമുണ്ട്. പുണ്യകരമായ ഒരു കാര്യം നേർച്ചയാക്കിയിട്ട് അത് വീട്ടാൻ സാധിച്ചിട്ടില്ല എങ്കിൽ മരിച്ചു പോയാൽ അതിന്റെ അനന്തരാവകാശികളായിട്ടുള്ള മക്കളാണെങ്കിൽ അത് വീട്ടുക തന്നെ വേണം. അപ്പൊ അത്ര പ്രാധാന്യമുള്ള സംഗതിയാണ് അത്. അപ്പൊ ആവശ്യമുള്ളതും ചെയ്താൽ മതി, ആവശ്യമുള്ളതും നേർച്ച നടന്നാൽ മതി, കഴിവുള്ളതും നടന്നാൽ മതി. ഇതൊരു നിർബന്ധമായ കാര്യമായിട്ട് ഇങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. പക്ഷെ നമ്മൾ കാണുന്നത് മറ്റ് പല മതങ്ങളുടെയും ആചാരങ്ങൾ ഇങ്ങനെ കാണുമ്പോ കുറെ ആളുകൾക്ക് തോന്നുകയാണ്, ഇതെന്താ നമുക്കും നടത്തിയാല്. അതിന് കുറെ ചരിത്ര പശ്ചാത്തലങ്ങളൊക്കെ ഉണ്ടാക്കി, കുറെ കെട്ടുകഥകളൊക്കെ ഉണ്ടാക്കി, അങ്ങനെ ചന്ദനക്കുട നേർച്ച, അപ്പവാണിപ നേർച്ച, അങ്ങനെ ഓരോ നേർച്ചകൾ ഇങ്ങനെ കടന്നു വന്നിട്ട് അതിൽ ഇസ്ലാമിന്റെ ടേബിളും കൊടുക്കുക. അത് ഇസ്ലാമല്ല, ഖുർആനല്ല, പ്രവാചകന്റെ പിൻബലവും അതിനില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. മുസ്ലിം സഹോദരങ്ങളെ, സഹോദരികളെ, സർവശക്തനായ അല്ലാഹുവിന്റെ വിധി വിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിൽ എത്തിച്ചുകൊണ്ട് യഥാർത്ഥ വിശ്വാസികളുമായി ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി എന്നോടെന്ന പോലെ നിങ്ങളോടും ഉപദേശിക്കുന്നു. നമ്മൾ പറഞ്ഞു വന്നത് നേർച്ചയുമായി ബന്ധപ്പെട്ട 1-2 കാര്യങ്ങളാണ്. നേർച്ച വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. ഒരാൾ നേർച്ച നേർന്നാൽ അത് അയാളുടെ ബാധ്യതയായി, ഫറളായി മാറി. ഇനി ഇത് വീട്ടാൻ കഴിഞ്ഞില്ല, അത് വലിയൊരു കുറ്റകരമാണ് എന്നാണ്. അതിന് പ്രായശ്ചിത്തം കൊടുക്കുന്നു. ഒരാൾ നേർച്ച നേർന്നു, ഒരാൾ പറഞ്ഞു ഞാനിതാ ഒരു ആവേശത്തിലൊക്കെ ഇങ്ങനെ പറഞ്ഞു പോയി, ഞാനിതാ ഇങ്ങനെ കുറെ പാവപ്പെട്ട ആളുകൾക്ക് ഇങ്ങനെ ചെയ്യാൻ നേർച്ചയാക്കും. പിന്നീട് അയാൾക്ക് അത് വീട്ടാൻ കഴിഞ്ഞില്ല, സാമ്പത്തികമായ പ്രയാസം ഉണ്ടായി, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രയാസം ഉണ്ടായി. അങ്ങനെയാണെങ്കിൽ അതിന് കഫാറത്ത്, പ്രായശ്ചിത്തം കൊടുക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. കഫാറത്തുൻ നദർ കഫാറത്തുൽ യമീൻ. നേർച്ചയുടെ പ്രായശ്ചിത്തം എന്ന് പറയുന്നത് സത്യം ലംഘിച്ചാലുള്ള പ്രായശ്ചിത്തമാണ്. എന്താ പ്രായശ്ചിത്തം? 10 പേർക്ക് ഭക്ഷണം കൊടുക്കണം ഒരു നേർച്ച വീട്ടാൻ കഴിഞ്ഞില്ലെങ്കിൽ. അതിൽ അല്ലെങ്കിൽ 10 പാവപ്പെട്ട ആളുകൾക്ക് വസ്ത്രം വാങ്ങി കൊടുക്കണം. അതല്ലെങ്കിൽ ഒരു അടിമയെ മോചിപ്പിക്കണം. അതിനൊന്നും കഴിയുന്നില്ല, പൈസ ഒന്നുമില്ല എങ്കിൽ 3 ദിവസം തുടർച്ചയായി നോമ്പ് അനുഷ്ഠിക്കണം. ഇതാണ് നേർച്ചയുടെ പ്രായശ്ചിത്തം. അപ്പൊ ഇസ്ലാം പഠിപ്പിക്കുന്ന നേർച്ചയെ നമ്മൾ ശരിക്കും നിങ്ങൾ പഠിച്ചു കഴിയുക. എവിടുന്നാ പഠിക്കേണ്ടത്? ഏതെങ്കിലും ചാറത്തിൽ നടക്കുന്ന നേർച്ചയെ കണ്ടിട്ടല്ല നമ്മൾ ഇസ്ലാമിലെ നേർച്ച പഠിക്കേണ്ടത്. ഇസ്ലാമിലെ നേർച്ച പഠിക്കണമെങ്കിൽ ഖുർആൻ എടുത്ത് പരിശോധിക്കുക, ബുഖാരി മുസ്ലിം ഹദീസുകൾ എടുത്ത് പരിശോധിക്കുക. എന്താ നേർച്ച എന്ന ഹദീസുകളിൽ നമുക്ക് ശരിക്കും വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. ഹദീസിന്റെ പരിഭാഷ എടുത്ത് വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. റിയാദുസ് സാലിഹിന്റെയും ബുലൂഗുൽ മറാമിന്റെയും ഒക്കെ പരിഭാഷകളൊക്കെ എവിടെയും നമുക്ക് വാങ്ങാൻ കിട്ടും, അല്ലെങ്കിൽ നെറ്റിൽ ഒന്ന് സെർച്ച് ചെയ്താൽ കിട്ടും. അങ്ങനെ നേർച്ച എന്താണെന്ന് നമ്മൾ പഠിക്കുക, എന്ന് മനസ്സിലാക്കി വെക്കുക. ഇത് എല്ലാവരും നേർച്ച നേരാൻ വേണ്ടി പഠിക്കാനല്ല പറയുന്നത്. ഇസ്ലാമിലെ ഒരു കാര്യം മനസ്സിലാക്കുന്നത് ഖുർആനിലൂടെയും സുന്നത്തിലൂടെയും നമ്മൾ മനസ്സിലാക്കുക, പ്രമാണങ്ങളിലൂടെ നമ്മൾ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നു പോകുന്ന തെറ്റുകളും കുറ്റങ്ങളും പോരായ്മകളും അല്ലാഹു പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മയും നമ്മുടെ മാതാപിതാക്കളെയും അല്ലാഹു സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൊണ്ടുമാറാകട്ടെ. നമ്മിൽ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, കഷ്ടപ്പെടുന്നവർ, ദുരിതം അനുഭവിക്കുന്നവർ, അവർക്കെല്ലാം അല്ലാഹു ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏറ്റവും പ്രധാനപ്പെട്ട
നമ്മളുടെ പള്ളിയുമായി ഇതിൻ്റെ തുടക്കം മുതൽ സഹകരിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള നമ്മുടെ വെള്ളംകണ്ടി ഉള്ള കുട്ടി ഹാജി ഇന്ന് നമ്മോട് വിട പറയുകയുണ്ടായി. അള്ളാഹു അദ്ദേഹത്തിൻ്റെ ഖബർ വിശാലമാക്കുകയും ജന്നാത്തുൽ ഫിർദൗസിൽ അദ്ദേഹത്തെ അള്ളാഹു ഒരുമിച്ച് അനുഗ്രഹിക്കുകയും ചെയ്യുവാനാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم